ഹായ് ഹലോ. Welcome to our channel, Spoons and Stories. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് 2 കിലോ ചിക്കൻ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. അതിനായിട്ട് 8 അല്ലി വലിയ വെളുത്തുള്ളി, മീഡിയം സൈസ് ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, 10 പച്ചമുളക്. ഇത് നല്ലപോലെ അരച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ യോഗട്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ നീര്, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ആവശ്യത്തിന് ഉപ്പ് ഇവിടെ 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ കഷ്ണങ്ങളിലും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് എങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അടുത്തതായി ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ നിറം മാറി തുടങ്ങുമ്പോൾ ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ ഇതുപോലെ ബബിൾ പോലെ ആകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് സവാള വറുത്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 4 വലിയ സവാളയാണ് കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പം അതിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യാം. അത് പെട്ടെന്ന് വറന്ന് കിട്ടാനായിട്ട് സഹായിക്കും. ഇപ്പോൾ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള സവാളയിലേക്ക് നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിളക്കി ലോ ഫ്ലെയിമിൽ ഏകദേശം 10 മിനിറ്റ് വയ്ക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കാം. പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ചെറിയ കഷ്ണം കറുകപ്പട്ട, 3 തക്കോലം, 4 ഏലക്ക, 4 ഗ്രാമ്പു, 6 കുരുമുളകും ഇട്ട് മൂത്ത് വരുമ്പോൾ കഴുകി ഊറ്റി വച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഗ്ലാസ് ബസുമതി റൈസാണ്. ഏകദേശം 1.5 കിലോ വരും. 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് ഏകദേശം 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 7.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുത്ത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കാം. ഈ സമയത്ത് വേവാൻ വെച്ചിരിക്കുന്ന ചിക്കൻ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ദം ചെയ്യാൻ പാകത്തിന് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ റൈസ് വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഏകദേശം 80% വേവായിട്ടുണ്ട്. ഇനി ദം ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ചിക്കൻ്റെ മേലെ പകുതി റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. കളറും ഫ്ലേവറും കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടിയും പൈനാപ്പിൾ എസൻസും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ച് റൈസിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. കൂടെ വറുത്ത് വച്ചിരുന്നതിൽ പകുതി കാഷ്നട്ടും മുന്തിരിങ്ങയും പകുതി സവാള വറുത്തതും
അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്ത് മുന്നേ ചെയ്ത പോലെ തന്നെ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അലുമിനിയം ഫോയിൽ വെച്ച് നല്ലപോലെ കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഏകദേശം 30 മിനിറ്റ്സ് ദം ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നല്ലപോലെ ആവിയൊക്കെ വന്ന് നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. റൈസ് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ലപോലെ പാകത്തിന് വെന്ത് റെഡിയായിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ.